വിശ്വാസ തകർച്ചയ്ക്ക് ഉതകുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറയുമ്പോഴവരെ? വിശ്വാസം എന്നത് ഫെയ്ത്ത് ഈസ് 24 hour ഡൗട്ട് ആൻഡ് 1 moment ഓഫ് ഹോപ്പ്. വിശ്വാസം എന്ന് പറഞ്ഞാലേ 24 മണിക്കൂറും സംശയവും 1 മിനിറ്റത്തെ പ്രത്യാശയാന്ന് പറയുന്നത്. 24 മണിക്കൂറും 24 hour ഡൗട്ട് ആൻഡ് 1 moment ഓഫ് ഹോപ്പ്. വിശ്വാസം എന്ന് പറഞ്ഞാലേ നമുക്കുണ്ടാവും, ദൈവം ഉണ്ടോ, ദൈവം ഇല്ലേ, എന്താ ദൈവം ഇങ്ങനെ ചെയ്യണേ, എന്താ ദൈവം ഇങ്ങനെ പ്രവർത്തിക്കണേ, എനിക്ക് മാത്രം എന്തെങ്ങനെ. 24 മണിക്കൂറും ഡൗട്ടും 1 മിനിറ്റ് ഹോപ്പും പ്രത്യാശയും. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന നമ്മൾ സഹനങ്ങളോട് എങ്ങനെയായിരിക്കണം നമ്മുടെ? ഒരിക്കലും ഒരു പള്ളിയിലെ കുർബാന നടന്നുകൊണ്ടിരിക്കുക, മുഖം മൂടി ധരിച്ചിട്ട്, അച്ഛനും ഇതുപോലെ കുർബാന നടന്നുകൊണ്ടിരിക്കുക, മുഖം മൂടി ധരിച്ച് തോക്ക് ധരിച്ചിട്ടുള്ള കുറെ ആളുകൾ ആ പള്ളിയിലേക്ക് കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, എല്ലാവർക്കും 1 മിനിറ്റ് തരാം, 1 മിനിറ്റിനകത്ത് പള്ളിയകത്ത് കാലിയായില്ലെങ്കിൽ എല്ലാവരെയും വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. 1 മിനിറ്റിനകത്ത് ഒക്കെ പൊക്കോളണം. കേട്ട പാതി കേൾക്കാത്ത പാതി കുർബാനയ്ക്ക് വന്നവരൊക്കെ ജനലും വാതിലും വഴി ചാടി പുറത്തേക്ക് ഓടി. അച്ഛന്മാരും 1-2 ആൾക്കാരും മാത്രം ബാക്കിയായി. അപ്പൊ മുഖം മൂടി ധരിച്ച് വന്നവർ മുഖം മൂടി മാറ്റിയിട്ട് പറഞ്ഞു, അച്ഛോ, കള്ളക്രിസ്ത്യാനികളൊക്കെ പുറത്തുപോയി, അച്ഛൻ കുർബാന തുടർന്നോളൂ. കള്ളക്രിസ്ത്യാനികളൊക്കെ പുറത്തു പോയിട്ടുണ്ട്, അച്ഛൻ ഇനി ധൈര്യമായിട്ട് കുർബാന തുടർന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാസ തകർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതുപോലെ ഓടിപ്പോയിട്ടാണോ? ദൈവത്തെ പഴി പറഞ്ഞിട്ടാണോ? അല്ല, തോമസിന്റെ വിശ്വാസത്തോടുകൂടി എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം.